കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 9 RSS നേതാക്കൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 7-ന് വിധിക്കും. ക്ഷേത്രമുറ്റത്തെ ശാഖയെ ചോദ്യം ചെയ്തതിന് ആയിരുന്നു കൊലപാതകം നടന്ന് 19 വർഷങ്ങൾക്ക് ശേഷമാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി കേസിൽ വിധി പറയുന്നത്. 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 3-ാം പ്രതി അജേഷ് വിചാരണക്കിടെ മരിച്ചിരുന്നു. ബാക്കിയുള്ള 9 പ്രതികളും കുറ്റക്കാരാണെന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസ് വിധിച്ചു. RSS BJP പ്രവർത്തകരായ VV സുധാകരൻ, കൊത്തില താഴെവീട്ടിൽ ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽകുമാർ, രാജേഷ് PP, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, TV ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലുള്ള ക്രൂരമായ കൊലപാതകമായിരുന്നു റിജിത്തിൻ്റെതെന്നും വിധിയിൽ സന്തോഷമുണ്ടെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ പറഞ്ഞു. ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ച് RSS ശാഖ നടത്തുന്നതിനെ സംബന്ധിച്ച് BJPക്കാരും ഒന്നാം സാക്ഷിയായിട്ടുള്ള നികേഷ് അതുപോലെ റിജിത്ത് അടക്കമുള്ള DYFIക്കാരും തമ്മിൽ ഒരു സംസാരം ഉണ്ടാവുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്ന ഒരു മോട്ടീവ്. അതിൻ്റെ പ്രതികാരം എന്നുള്ള നിലയിലാണ് തൊട്ട് അടുത്ത ദിവസം രാത്രി 7:45 ഇങ്ങനെ സംഘം ചേർന്നുകൊണ്ട് ആയുധങ്ങളുമായി ഇവർ വരുന്നത് വരെ കാത്തിരിക്കുകയും അതിനുശേഷം ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. 2005 ഒക്ടോബർ 3 രാത്രി 7:45 സംഭവം. സുഹൃത്തുക്കളോടൊപ്പം വീട്ടിലേക്ക് നടന്നുവരവെ ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്തു വച്ച് പ്രതികൾ പതിയിരുന്ന മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. റിജിത്തിന് ഒപ്പമുണ്ടായിരുന്ന DYFI പ്രവർത്തകരായ നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും വെട്ടേറ്റു. കണ്ണൂരിൽ RSS നടത്തിയ ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നായിരുന്നു 25 വയസ്സുകാരനായ റിജിത്തിൻ്റെ കൊലപാതകം. കൈരളി ന്യൂസ്, കണ്ണൂർ.